സർക്കാരിനെതിരെയുള്ള വികാരം ജനങ്ങൾക്കിടയിൽ ഇല്ല എന്ന കാര്യം അടിവരയിടുന്ന അനുഭവമാണ് ഗൃഹസന്ദർശന പരിപാടിയിലൂടെ അനുഭവപ്പെട്ടത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തുന്നത് തടയുന്നതിനാണ് മാധ്യമങ്ങൾ, അതുപോലെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ പല വിധത്തിലുള്ള പുകമറകൾ സൃഷ്ടിക്കുന്നത് എന്ന് പൊതുവെ ജനങ്ങൾ വിലയിരുത്തുകയുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ കള്ളക്കഥകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി UDFും BJPയും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇടപെടലാണ് നടന്നിട്ടുള്ളത് എന്നാണ് ജനങ്ങൾ തന്നെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്ന വിധമുള്ള പ്രചരണങ്ങളാണ് വലതുപക്ഷം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല പ്രശ്നത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കള്ളക്കഥകൾ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾക്കത് നല്ല നിലയിൽ മനസ്സിലാക്കാനായിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലായത്. പാർട്ടി ജനങ്ങളുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായിട്ട് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന നില ഉണ്ടായിട്ടുണ്ട്. എല്ലാ കള്ളക്കഥകളെയും തുറന്നു കാട്ടി മുന്നോട്ടേക്ക് പോകേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ഗൃഹസന്ദർശന പരിപാടിയിൽ നേതാക്കളും പ്രവർത്തകരും ജനങ്ങളോട് തുറന്ന് സംവേദിച്ചിട്ടുണ്ട്. SIR പിണറായി വിജയൻ സർക്കാരിൻ്റെ പരിപാടിയാണെന്നും ന്യൂനപക്ഷങ്ങളെ രാജ്യത്തു നിന്നും പുറത്താക്കാനുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് എന്നും പച്ചക്കള്ളം വ്യാപകമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചിരുന്നു എന്ന കാര്യം ഞങ്ങളുമായി സംവേദിക്കുന്ന സന്ദർഭത്തിൽ നിഷ്കളങ്കരായിട്ട് ജനങ്ങൾ തന്നെ പറയുന്ന നില ഉണ്ടായി. അങ്ങനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞവരുമുണ്ട്. UDFിൻ്റെ വർഗീയ പ്രചരണത്തിനെതിരെ നല്ല ജാഗ്രത പുലർത്തണമെന്നും അല്ലെങ്കിൽ തെറ്റായ പ്രചരണത്തിന് ജനങ്ങൾ വിധിപ്പെട്ടു പോകുമെന്നും പറയുന്ന നിലയും ഉണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് UDFിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഒന്നും കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മതനിരപേക്ഷതക്ക് ഊന്നൽ നൽകുന്ന ഗവൺമെന്റിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ഉണ്ടായ നേട്ടങ്ങൾ ഏറെയാണെന്ന് ജനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് സർക്കാർ കാണിക്കുന്ന ജാഗ്രത വലിയ മതിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ വലിയ വിശ്വാസമാണ് സർക്കാരിൽ അർപ്പിച്ചിട്ടുള്ളത്. ചില മേഖലകളിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നതിൻ്റെ ആവശ്യം, പ്രാധാന്യവും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ മുന്നോട്ടേക്ക് വെച്ച വിമർശനങ്ങളും അതുപോലെ പോരായ്മകളും തിരുത്തി
മുന്നോട്ടേക്ക് പോകും എന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ തന്നെ ഞങ്ങളുമായി സംവേദിക്കുന്ന ഓരോരുത്തർക്കും ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുമായി സംസാരിച്ചപ്പോൾ ഓരോ പ്രദേശത്തിനും പൊതുവെ കേരളത്തിനും ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ജനങ്ങൾ മുന്നോട്ടേക്ക് വച്ചിട്ടുണ്ട്.